മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതിൽ കോഴിക്കോട്ട് ലീഗ് നേതൃത്വത്തിൽ കടുത്ത അതൃപ്തി. മന്ത്രിസഭയിൽ കോഴിക്കോട് നിന്നുള്ള MLA-മാരെ തഴഞ്ഞതിന് പിന്നാലെയാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും ജില്ലയിൽ നിന്നുള്ള നേതാക്കളെ അവഗണിച്ചത്. മന്ത്രിസഭയിൽ കോഴിക്കോട് നിന്നുള്ള ലീഗ് ജനപ്രതിനിധികൾക്ക് ഇടം ലഭിക്കാത്തത് ജില്ലയിലെ ലീഗ് നേതാക്കൾക്കും അണികൾക്കും വലിയ നിരാശ ഉണ്ടാക്കിയിരുന്നു. 6 MLA-മാരുണ്ടായിട്ടും ഒരാളെപ്പോലും മന്ത്രിയാക്കാത്തതിന് പിന്നിൽ പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളായിരുന്നു. ഇതിന് പിന്നാലെയാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും ജില്ലയിൽ നിന്നുള്ള ലീഗ് പ്രവർത്തകരെ തടഞ്ഞത്. സ്റ്റാഫിലേക്കായി 13 പേരുടെ പ്രാഥമിക പട്ടികയും 13 പേരുടെ അധിക പട്ടികയുമാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത്. ഇതിൽ ചിലർക്കെങ്കിലും നിയമനം ലഭിക്കുമെന്ന് ലീഗ് ജില്ലാ നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇനിയും കോഴിക്കോട് നിന്ന് നൽകിയ പട്ടികയിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സംസ്ഥാന നേതാക്കളെ കണ്ട ജില്ലാ നേതാക്കൾ വീണ്ടും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നൽകുന്ന പട്ടികയിൽ നിന്നാണ് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുക എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ മന്ത്രിമാർ ഈ പട്ടിക തള്ളി സ്വന്തം നിലക്ക് നിയമനം നടത്തിയത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ജില്ലാ കമ്മിറ്റി നൽകിയ പട്ടിക 5 മന്ത്രിമാർക്കും കൈമാറിയിട്ടുണ്ട്. അതേസമയം പട്ടികയിൽ ഉൾപ്പെടാത്ത സെക്രട്ടേറിയറ്റ് ജീവനക്കാരായ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ചിലർ സ്റ്റാഫിൽ കയറിപ്പറ്റിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്നും ലീഗിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. അനുഭവ പരിചയമുള്ളവർ എന്ന നിലയിലാണ് സ്റ്റാഫിനെ സ്വന്തം നിലക്ക് തെരഞ്ഞെടുത്തത് എന്നാണ് മന്ത്രിമാരുടെ വിശദീകരണം. മന്ത്രിമാരുടെ പട്ടികയിൽ ആരെയും പരിഗണിക്കാത്തതിൽ പ്രതിഷേധമുയർന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടെ കോഴിക്കോട് നിന്നുള്ളവർക്ക് പരിഗണന നൽകുമെന്ന് സംസ്ഥാന നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പ് പാലിക്കപ്പെടാത്തതിൽ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.